ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും കൂടെ പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ആദർശിന് നയനയെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെന്നും അമ്മ കാരണമാണ് നയന വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശനോട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അങ്ങ് പോയി. ഇത് അനാമിക കേട്ടു. അനാമികയ്ക്കാണ് ഭയങ്കര സന്തോഷമാണ്. നയന ഇവിടെ വരാതിരിക്കുന്ന ആളോ അനാമികയ്ക്ക് സൗകര്യവും കൂടുതൽ ഇഷ്ടവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാമിക അത് കേട്ടിട്ട് അങ്ങ് പോയിട്ടോ. നമ്മുടെ മൂർത്തിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. നയനയുടെ ആ ഒരു നല്ല മനസ്സ് ഉടനെ തന്നെ എല്ലാവരും തിരിച്ചറിയും എന്ന് പറയും കൂടെ ചെയ്തു ആദർശ്. അത് കേട്ടപ്പോ മുതൽ വല്ലാത്തൊരു എന്തോ മിസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ. അപ്പൊ വസുന്ധര വന്നിട്ട് എന്താ ആദർശ് മോൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അത് വേറൊന്നുമല്ല. അവൻ പറഞ്ഞത് ഉടനെ തന്നെ നയനയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങും, ദേവയാനി സ്നേഹിച്ചു തുടങ്ങുമെന്നൊക്കെയാണോ പറഞ്ഞത്. പക്ഷെ അതെന്താ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒന്ന് പോയാലോ നയനമോളെ കാണാന്. നയനമോളെ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ. അവൾ ഈ വീട്ടിലില്ലാത്ത ആ ഒരു കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിനോട് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതെ, നമുക്കൊന്ന് പോകാം. നമുക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും ആരോടും പറയാനൊന്നും നിൽക്കേണ്ട. ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞ് നമുക്കങ്ങ് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇവര് നേരെ നയനയെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ഇതേ സമയം വീണ്ടും നമ്മുടെ ദേവയാനീനെ കാണിക്കുകയാണ്. അപ്പൊ ദേവയാനീനെ കാണാനായിട്ട് ജലജയും ജാനകിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ചെന്നു. ജലജ ചെന്നിട്ടില്ല, സോറി, ജാനകിയും നമ്മുടെ അനാമികയും ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ചെല്ലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നപ്പോ തന്നെ നമ്മുടെ അനാമികയ്ക്ക് പരാതിപ്പെട്ട് തുറക്കാനേ നേരമുള്ളൂ. നമ്മുടെ അനാമിക പറയാണ്, വല്യമ്മ വന്നിട്ട് വേണം അവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കാനായിട്ട്. അവളുണ്ടല്ലോ നയന, അവളിപ്പൊ അവിടെ ഇല്ലാത്തതിന്റെ എല്ലാ ആശ്വാസവും ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട്. അവളുടെ ചേച്ചി ഉണ്ടല്ലോ, നവ്യ, അവൾ അവിടെ കിടന്ന് തകർത്ത് വാരിക്കൊണ്ടിരിക്കുക. അവളാണെങ്കിൽ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അവളുടെ അനിയത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മായിയമ്മയാ ഇപ്പൊ അവക്കെല്ലാം വെച്ചു വിളമ്പി കൊടുക്കുന്നത്. ഇന്ന് തീൻമേശയിലിരുന്ന് എന്നെ അവള് മര്യാദയ്ക്കിരുന്ന് ആഹാരം പോലും കഴിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ, ആണോ അപ്പൊ മോളൊന്നും കഴിച്ചില്ലേ? കഴിച്ചോന്ന് ചോദിച്ചാല് കഴിച്ചു, ഞാൻ കൊടുത്തായിരുന്നു ഏട്ടത്തി എന്നിങ്ങനെ ജാനകി പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവയാനി പറയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ. ഇനി ഏതായാലും അവളെ തിരിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നില്ല. അവളെ അങ്ങനെ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്നേക്കുമായി അനന്തപുരിയിൽ അവള് നിന്നോട്ടെ. പുറകെ നമുക്ക് നവ്യനെയും അവിടുന്ന് പറഞ്ഞയക്കാം. പക്ഷേ നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അത് അഭിയുടെ കുഞ്ഞാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ജലജ എന്തൊക്കെ പറഞ്ഞാലും അഭി എന്തൊക്കെ പറഞ്ഞാലും അത് അഭിയുടെ കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നവ്യെ അയക്കുന്നതിൽ എനിക്കൊരു യോജിപ്പുമില്ല. എനിക്കതിന് വിയോജിപ്പാണോ ഉള്ളതെന്ന് പറയാ. കാരണം നമ്മുടെ ദേവയാനി സത്യത്തിന്റെ കൂടെയാണ് സാധാരണ നിൽക്കാറുള്ളത്. പിന്നെ നയനയുടെ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ദേവയാനി തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജാനകിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും ദേഷ്യമായിട്ടോ. ആരോട്? ദേവയാനിയോട്. അപ്പൊ ദേവയാനി ചോദിച്ചു, അതൊക്കെ പോട്ടെ, എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരെ നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ജാനകി പറഞ്ഞു, അതൊരു വലിയ കഥയാ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് കയറ്റി അങ്ങ് കൊണ്ടുപോയി. ഒരു സെക്കൻഡ് താമസിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടീനെ ഞാൻ കണ്ടേനെ. ഏതായാലും ആ കുട്ടീനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കുട്ടി പോകുന്നതിന് മുമ്പ് അതിനോട് കണ്ടൊരു നന്ദി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് നല്ല മനസ്സുള്ള കുട്ടിയാണ്. അല്ല, ഇങ്ങനെ ആരും അറിയാത്ത ഒരാൾക്ക് കരള് നൽകുക എന്നൊക്കെ പറഞ്ഞാല് അതുപോലെയുള്ളൊരു മരുമകളെ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചേനെ, എന്റെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, ഏതായാലും മരുമകൾക്ക് അതൊന്നും തോന്നുകയല്ലോ. മരുമകള് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മരുമകൾ ഇപ്പം വീട്ടിൽ ജോലി ചെയ്യാൻ പോലും പറ്റില്ല, ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം വീട്ടിൽ പോയി നിൽക്കുന്നത്. അവക്കിപ്പൊ അവിടെ സുഖവാസമാണല്ലോ. അവള് സുഖവാസത്തിന് വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ ഏതാണ്ടൊക്കെ ഒരു പറച്ചിലൊക്കെ ഉണ്ട്, അവക്കൊരു വീടെടുത്ത് കൊടുത്തു ആദർശം എന്നൊക്കെ. ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ ദേവയാനി പറഞ്ഞു, വീടെടുത്ത് കൊടുത്തുന്നോ? അവക്കൊരു വീടെടുത്ത് കൊടുത്തെന്ന്. ഏതോ ഒരു വലിയൊരു വീടാ എടുത്തു കൊടുത്തിരിക്കുന്നത്. അത് ഗോവിന്ദന്റെയും കനകദുർഗയുടെയും പേരിലാണൊക്കെ കേൾക്കണുണ്ട്. അങ്ങനെ ഉണ്ടായോ? അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും ഞാൻ പറഞ്ഞെന്ന് ഒരിക്കലും ഏടത്തി ആരോടും പറയരുത്. ഈ ഒരു അവസ്ഥയിൽ ഞാനിത് വന്ന് പറയാൻ പാടില്ലായിരുന്നു. അറിയാതെ എന്റെ വായിൽ നിന്ന് വീണു പോയതാ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോവാന്നും പറഞ്ഞങ്ങ് പോവാണ് കേട്ടോ.
ഇതേ സമയം നമ്മുടെ ജയൻ വരുന്നുണ്ട്. ജയൻ വന്നു കഴിയുമ്പോഴത്തേക്കും ദേവയാനി പറയാ, അവളുണ്ടല്ലോ നയന, നയന സൗകര്യാനുസൃതം മാറി നിൽക്കുകയാണല്ലോ. വീട്ടിൽ പണി കുറച്ച് കൂടുതലാന്ന് അറിഞ്ഞപ്പം അവള് മാറി. ഇപ്പൊ എന്തേ അവളുടെ ചേച്ചി അവിടെ കിടന്ന് ഭരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അനാമിക മോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് സഹിക്കില്ല. കാരണം എന്റെ മരുമകളാവള്. ഞാൻ ആദ്യമായിട്ട് എന്റെ മരുമകളായിട്ട് അംഗീകരിച്ചത് അവളെയാ. അവള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതാ. അതുകൊണ്ട് തന്നെ ആ നവ്യയോട് പോയി പറഞ്ഞേക്കണം, എന്റെ മകളുടെ മെക്കിട്ട് കയറരുതെന്ന്, അവളുടെ സമാധാനം കളയരുതെന്ന്. ഇത് കേട്ടതും നമ്മുടെ ജയം പറഞ്ഞു, നീ എന്താ ദേവയാനി ഈ പറയുന്നത്? നിനക്ക് ഇപ്പം പറ്റില്ലാത്തൊരവസ്ഥ നിനക്കറിയാലോ, എന്നിട്ടും വീണ്ടും വീണ്ടും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തിരിച്ചറിവിന്റെ ദിവസങ്ങൾ ഇനി വരാന് കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ. അന്ന് നീ ചെയ്ത തെറ്റുകളൊക്കെ നീ എണ്ണി എണ്ണി ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടാകും. പിന്നെ എന്ത് എണ്ണി എണ്ണി കണക്ക് പറയും? എനിക്ക് ആരോടും ഒരു കടപ്പാടും ഇല്ല. എനിക്കിപ്പം കടപ്പാടുള്ളത് എനിക്ക് ആ കരള് തന്നില്ലേ, ആ പെൺകുട്ടിയോട് മാത്ര. ആ പെൺകുട്ടിയോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ വേറെ ആരോടും എനിക്കൊരു കടപ്പാടും വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്റെ മകനാണെങ്കിലും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മായിയപ്പനും മകനും ഒക്കെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ, നയന. അവളോടല്ലേ നിങ്ങൾക്കൊക്കെ കൂടുതൽ സ്നേഹം. അതുകൊണ്ട് തന്നെ ആരോടും എനിക്ക് വലിയ കടപ്പാടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജയൻ അങ്ങ് ഇറങ്ങിപ്പോയി. പട്ടിയുടെ പാല് 12 കൊല്ലം കുടലിട്ടാൽ നേരെ ആവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ദേവയാനിയുടെ. ദേവയാനിക്ക് അത്രയുമൊക്കെ ഇതൊക്കെ വന്നിട്ടും ദേവയാനിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഏതായാലും തുറക്കുന്ന ദിവസം ഉടനെ തന്നെ വരും. നമ്മുടെ കരള് കൊടുത്ത ആളെ കാണാൻ പോകുമ്പോ മനസ്സിലാകും ആരാണ് കരള് തന്നത് എന്നും കരളിന്റെ കരളായി ആരെ കാണണമെന്നും ഒക്കെ മനസ്സിലാകും. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടി നേരെ കനകദുർഗയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നു. അപ്പം കനകദുർഗ വന്ന് നോക്കുമ്പോ ഇവര് രണ്ടോ ഞെട്ടിപ്പോവാണ് കേട്ടോ, ഞെട്ടിത്തരിച്ചു പോയി. ഏതായാലും ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകളെ കാണാൻ വേണ്ടിയാ. അവളില്ലാത്തതിന്റെ എല്ലാ കുറവും ആ വീട്ടിലുണ്ട്. ഏതായാലും അവളെ ഇപ്പൊ കൊണ്ടുപോകാനൊന്നും അല്ല വന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങളുടെ മകളെ. എന്തു പറ്റി? അവള് കഴിഞ്ഞ ദിവസം വിളിച്ച് അവളോട് സംസാരിച്ചപ്പം കുട്ടിക്ക് വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറ്റിയത്? അവൾക്ക് വല്ല പനിയും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല, അവളകത്തുണ്ട്, ഞാൻ അവളെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ വിളിക്കാതെ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നല്ലേ. അവളെ കാണാതെ വീർപ്പ് മുട്ടും ആ വീട്ടില്. അവളില്ലാത്തതിന്റെ പറഞ്ഞല്ലോ, വായ്ക്ക് രുചിക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അല്ല കുറച്ചു നേരം നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഊണ് ഇവിടെ നിന്നാകാം. ആയിക്കോട്ടെ കനകദുർഗെ, ഞങ്ങൾ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അമ്മായിയമ്മ പറയുന്നുണ്ട്, കരള് കൊടുത്ത ആ പെൺകുട്ടി മരുമകളായിട്ട് വന്നിരുന്നു എങ്കില് ഒരുപാട് സന്തോഷമായേനെന്നൊക്കെ. അതെന്തു ഏതു ആയിക്കോട്ടെ. അല്ല നയനമോൾ എന്തിയെ? നയനമോളെ കാണുന്നില്ലല്ലോ. സാധാരണ ഞാൻ വന്നെന്നറിയുമ്പോഴത്തേക്കും നയനമോൾ ഓടി വരേണ്ടതാണല്ലോ, പിന്നെ എന്താ പറ്റിയത്? അപ്പൊ വസന്തരിയും പറഞ്ഞു, അല്ലേലും ശരിയാണല്ലോ, നയനമോളെ കാണുന്നില്ലല്ലോ, ഞങ്ങൾ വന്നെന്നറിഞ്ഞാൽ അവൾ ഇങ്ങനെ നിൽക്കേണ്ടതല്ലോ, ഓടി വരേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അവള് ടോയ്ലറ്റിലാണെന്ന് തോന്നുന്നു, കുളിക്കുകയാണെന്ന് തോന്നുന്നു, അതവള് വരാൻ താമസിക്കുന്നത്. ഓ ആണോ, എങ്കിൽ സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നമ്മുടെ നയന അകത്തെ റൂമിൽ നിന്ന് ഇതൊക്കെ കേൾക്കാണ് കേട്ടോ. നെഞ്ചിടിപ്പോട് കൂടിയാണ് ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു നയനയോട്, ഇനിയിപ്പം വെച്ച് ഇനി അവരുടെ മുമ്പിലേക്ക് ചെന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമാകും. നയനേച്ചി എവിടെ പോയെന്ന് അവർ അന്വേഷിക്കും. അതുകൊണ്ട് സത്യം അറിയുവാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ, സത്യം അറിയട്ടെ, നമുക്ക് രണ്ടും കൽപ്പിച്ച് അവരെ കാണാൻ വേണ്ടി പോകാം. അവരേതായാലും നയനേച്ചിനെ കാണാതെ ഇവിടുന്ന് പോവില്ല. പിന്നെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങള് ആൻസർ പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നയനേച്ചി പോകാന്ന് പറഞ്ഞ് നയനയെ എടുത്തു പിടിച്ചു പൊക്കിക്കൊണ്ട് നമ്മുടെ നന്ദു ചെല്ലുകയാണ് കേട്ടോ. ഏതായാലും നന്ദു ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെ അവസ്ഥ കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നയനയ്ക്ക് എന്തു പറ്റി? എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്താ നീ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നയന പറയാണ്, അത് പിന്നെ വേറൊന്നുമല്ല, എന്റെ ആദർശേട്ടന്റെ അമ്മയ്ക്ക് കരള് കൊടുത്ത ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഞാനാണെന്ന്. ഇത് കേൾക്കുന്നതും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും സത്യം അറിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ദേവയാനിയുടെ ചെവിയിലെത്താൻ ഇത്തിരി നാളുകളൊന്നുമില്ല. നമ്മുടെ ദേവയാനിയോട് ലാസ്റ്റ് മൂർത്തി തന്നെ തുറന്നു പറയേണ്ടി വരുമോ, അതോ ദേവയാനി തന്നെ അത് കണ്ടുപിടിക്കുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ ഏതായാലും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്കിനി അടുത്ത വർഷമേ വീഡിയോ ഉള്ളൂ.
ഏതായാലും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പം നാളെയല്ല 12 മണിയോട് കൂടി നമ്മുടെ പുതുവർഷം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന വർഷം നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുകയാണ്. ഇനിയിപ്പം അടുത്ത വർഷം നമുക്ക് കാണാം. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലായ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ റിയൽ സ്റ്റോറി എന്ന് അടിച്ചിട്ട് അതിന്റെ കൂടെ നയനയുടെയും ആദർശിന്റെയും കഥയുടെ പേരില്ലേ, ആ പേരും കൂടി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അതിൽ നമ്മള് വേദയുടെയും വിക്രത്തിന്റെയും കഥയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കാണാൻ ആഗ്രഹമുള്ളവര് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഒന്ന് പേരടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം ഇഷ്ടമുള്ളവരാണ്, കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പൊ അടുത്ത വർഷം കാണാമേ. ടാറ്റാ, ബൈ ബൈ.